ഐ തിങ്ക് ഫീലിംഗ് ലോസ്റ്റ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ഫെയിലിംഗ്. ആ ഒരു ചില്ലയിൽ ഒരു കുഞ്ഞ് ഇലയൊക്കെ എവിടേക്കോ മുളച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു തോട്ടല്ലേ. ഹായ് മൈ ക്യൂട്ടീസ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് രഞ്ജിമ AR and I post lifestyle vlogs, real talks in this YouTube channel. If you find something helpful, then don't forget to subscribe my channel. So നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് why most girls feel lost in their 20s. എനിക്കറിയാം എന്തായാലും ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത മെനി ഗേൾസ് എല്ലാവരും തന്നെ ചിലപ്പം ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് അല്ലേ. അപ്പം ഞാൻ ഇതിനുള്ള കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ചെറുപ്പത്തിൽ ഒരു സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ വിചാരിച്ചെന്താ, ഒരു 25 വയസ്സാകുമ്പോഴത്തേക്കും ലൈഫ് സെറ്റാണ്, എൻ്റെ കരിയർ വൈസ്. അല്ലെങ്കിൽ ഈ 25 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിച്ചു നമ്മൾ ഈ ടൈമിൽ കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കുന്നതായിരുന്നു നമ്മൾ അന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പം ഒരു 24, 25, 26 ഏജിലുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം റിലേറ്റബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. മേ ബി റിലേറ്റബിൾ ആയിരിക്കും. നമ്മളിപ്പോഴും എവിടെയും എത്തിയിട്ടില്ല അല്ലേ, അതല്ലേ സത്യാവസ്ഥ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് എനിക്ക് എൻ്റെ കഥ തന്നെ പറയാം. കഥ എന്നല്ല, ഇപ്പം എനിക്കിപ്പോൾ 26 വയസ്സായി. അപ്പോൾ ഞാൻ ഇപ്പോഴാണെങ്കിലും എൻ്റെ കരിയർ വൈസ് ഞാൻ അങ്ങനെ വലിയൊരു സംഭവമൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ജോലി, പുതിയ ലൈക്ക് ഈ യൂട്യൂബ് കരിയർ ആണെങ്കിലും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിലാണെങ്കിലും നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആയിരിക്കില്ല മേ ബി നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. മേ ബി ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് ലൈക്ക് നിങ്ങൾ അടിപൊളിയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഈ ഒരു പോയിന്റ് നിൽക്കുന്നില്ലേ, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ, അതാണ് സൈൻ. അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഒരു ടൈം ഒരു 25 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കരിയർ വൈസും അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടും ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്നാണ് നമ്മൾ അന്ന് വിചാരിച്ചത്. പക്ഷേ അല്ല, ഇന്ന് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തും അവിടെ എത്തും, എൻ്റെ ലൈഫിൽ കംപ്ലീറ്റ്ലി ക്ലാരിറ്റി കിട്ടി, എനിക്ക് കൊച്ചിൻ്റെ കൊച്ചായി വേണ്ട. നമ്മളൊന്നിനും ഇപ്പത്തെ ഒരു പോയിന്റിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളൊന്നിനും ഡെഡ് ലൈൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പയ്യെ കാര്യങ്ങളിൽ വർക്ക് ചെയ്താൽ മതി അല്ലേ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സ്റ്റോറി ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ കൂടെ പഠിച്ചവർ ചിലപ്പം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാകുമ്പോൾ ചിലരുടെ കല്യാണം കഴിഞ്ഞു, ചിലർക്ക് കുട്ടികളായി, അല്ലെങ്കിൽ ചിലർ സക്സസ്ഫുൾ ആയി. അപ്പം അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ എവിടെയും എത്തിയില്ലേ, ഞാനൊന്നും ആയില്ലേ എന്നുള്ളൊരു തോട്ട് എനിക്ക് വരുമ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്ന സമയത്ത് ഞാൻ ഡെഡ് ലൈൻ ഇടാൻ തുടങ്ങി. ഓക്കെ, എനിക്ക് ഇന്ന സമയത്തേക്ക് എനിക്ക് ഇന്നതാവണം. നമ്മൾ അങ്ങനെ റഷ് പിടിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ ഇതിൽ കൊണ്ടുവന്നൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡെഡ് ലൈൻ ഇടുന്ന പരിപാടി അതങ്ങ് നിർത്തുക. സോ ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് വൈ ആം ഐ നോട്ട് ദെയർ യെറ്റ്, അല്ലെങ്കിൽ ഞാനൊന്നും ആയില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യന് പകരം നിങ്ങൾ ഞാൻ മുൻപോട്ടേക്ക് പോകുന്നുണ്ടോ, ആം ഐ മൂവിങ് ഫോർവേഡ് എന്നുള്ളൊരു സാധനം നിങ്ങളോട് തന്നെ ചോദിക്കുക. സോ കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കാര്യം. നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് എല്ലാം കൂടി എടുത്ത് തലയിലിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പയ്യെ ഒരു കാര്യത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ചിലർക്ക് പെട്ടെന്നൊരു കാര്യം ചിലപ്പോൾ അവർ പെട്ടെന്ന് സക്സസ്ഫുൾ ആവും, അങ്ങനത്തെ സ്റ്റോറീസും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഒരു സ്റ്റെപ്പെങ്കിലും ഇന്ന് ഞാൻ വെച്ചോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ലൈക്ക് പ്രോഗ്രസ് മാറ്റേഴ്സ് മോർ ദാൻ ദ പെർഫെക്റ്റ് ടൈമിങ്. ഇതിലുള്ള സെക്കൻഡ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ലൈക്ക് നമ്മൾ എവിടെയോ പുറകിലാണ്, നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, നമ്മൾ വട്ടപൂജ്യമായി എന്നുള്ളൊരു സാധനം മെയിനായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴാണ് അല്ലേ. നമ്മളുടെ സോഷ്യൽ മീഡിയ തുറക്കുമ്പം അവരവിടെ കാർ വാങ്ങിക്കുന്നു, പുതിയ വീട് വയ്ക്കുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, മല മറിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് വരുന്ന തോട്ട് എന്താ, നമ്മൾ എവിടെയും എത്തിയില്ല, നമ്മളൊന്നും ആയില്ല എന്നുള്ളൊരു സാധനമാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ എവിടേക്കോ തളർന്നു പോകുന്നതിൻ്റെ റീസൺ സോഷ്യൽ മീഡിയ ആണ്. സോ ലൈക്ക് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുന്ന, നമ്മൾ സ്വയം തന്നെ കമ്പയർ ചെയ്യുന്ന സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങളത് നോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾ കളയുക. ഇപ്പം ഞാനാണെങ്കിലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ചില മോട്ടിവേഷൻ ആയിട്ടുള്ള കോട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും, എൻ്റെ അത് ഒന്നൊരിടത്ത് കാണും. അങ്ങനത്തത് നിങ്ങൾ കളയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടാവും. ചിലപ്പോൾ അത് നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിച്ച ഒരാളോ ലൈക്ക് എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്യുമ്പം എവിടെ ഒരു പോയിന്റിൽ നമുക്ക് ഫീൽ ചെയ്യും അയ്യോ ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ളൊരു സാധനം. ലൈക്ക്
നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അത് വേണ്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റ് നമ്മളുടെ തലയിലോട്ട് വരുന്നതിന് മുന്നേ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ലൈക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും സത്യമല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പുറകിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ചിലപ്പം അതിന്റെ ആംഗിൾ ശരിയായില്ല, അല്ലെങ്കിൽ അത് ശരിയായില്ല, ചിലപ്പോൾ ഒരു അടി നടന്നിട്ടിരിക്കാൻ നല്ലൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. നമ്മളെല്ലാവരും കൂടെ ഇപ്പൊ ഞങ്ങൾ ഗേൾസ് ഒക്കെ ആയിട്ട് ചിരിച്ച് കളിച്ചിട്ട് ഫോട്ടോ എടുക്കും. അതിന്റെ പുറകിൽ കുറെ തല്ലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു ഗ്രൂപ്പായിട്ട് ഒരു ട്രിപ്പ് പോകുന്നു. ആ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത് അതിന്റെ ചിരിച്ച് കളിച്ചുള്ള നല്ല നല്ല പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ ആ ഗ്രൂപ്പ് ട്രിപ്പ് അവിടെ പോസിബിൾ ആവാൻ തന്നെ എന്തോരം നാളെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര വഴക്കും ഉന്തും തള്ളും അതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് അവര് സോഷ്യൽ മീഡിയയിൽ എന്താണോ ബാക്കിയുള്ള ഓഡിയൻസിനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനം മാത്രമാണ്. അല്ലാതെ അവിടെ റിയൽ ആയിട്ട് നടന്ന എല്ലാം ആയിരിക്കില്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പം റിയൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്ത് മൊമെന്റ് നടന്നാലും നമ്മൾ ചിന്തിക്കും ലൈക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് അവിടെ ക്യാപ്ചർ ചെയ്യാൻ ആരാ ഉണ്ടായത്, ആരെങ്കിലും വേണ്ടേ ക്യാപ്ചർ ചെയ്യാൻ. അപ്പൊ ക്യാപ്ചർ ചെയ്യുന്ന ചിലപ്പം റിയൽ മൊമെന്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് കാൻഡിഡ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം അവര് ഓഡിയൻസിന് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ക്യാപ്ചർ ചെയ്തതാവാം അല്ലെ. അപ്പോൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ സത്യം എന്ന് വെച്ചാൽ അതെടുത്ത് തലയിലോട്ട് വെക്കരുത്. ഓക്കെ, അപ്പൊ അതിന് പകരം നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ലൈക്ക് ഓപ്പൺ ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് നടക്കാൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എ ലോട്ട് ഓഫ് ഡ്രീംസ് അല്ലേ. നമുക്ക് ഇപ്പം നമ്മൾ ഒരു ഗേൾ ആണെങ്കിൽ നമുക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. നമുക്ക് അത് വേണം, നമുക്ക് കരിയർ വൈസ് ഇങ്ങനെ ആവണം, നമുക്ക് പാഷൻ വൈസ് ഇത് ഫോളോ ചെയ്യണം. ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു IT കരിയർ ബിൽഡ് ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ക്രിയേറ്റർ വൈസ് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം എന്നുണ്ട്. എനിക്ക് ആക്ടിങ് പെർസ്യൂ ചെയ്യണം എന്നുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും പല പല ഡ്രീംസ് ഉണ്ടാവും. എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് അങ്ങോട്ട് വാരി പിടിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഇതെല്ലാം കൂടെ ആലോചിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് പ്രാന്തായിട്ടിരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. എല്ലാം കൂടെ നമുക്ക് ഒരിക്കലും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നടക്കും, അതൊക്കെ ഒരു ദിവസം നടക്കും. പക്ഷെ എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ തലയിലിട്ട് കുഴയ്ക്കാൻ പറ്റില്ല. ലൈക്ക് ക്ലാരിറ്റി കംസ് ഫ്രം ആക്ഷൻ, നോട്ട് ഓവർ തിങ്കിങ്. വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി പുട്ട് ടു മച്ച് പ്രഷർ ഓൺ അവർ സെൽഫ് അല്ലെ. ഇപ്പം ജോലി 25 മുമ്പിൽ വരണം, അല്ലെങ്കിൽ കല്യാണം 30 വയസ്സിന് മുമ്പിലാവണം, 35 വയസ്സാകുമ്പോഴത്തേക്ക് സക്സസ്ഫുൾ ആവണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്യും. ഞാനാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു സമയത്ത് നടന്നില്ലെങ്കിൽ ഞാൻ പാനിക്കാവും. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരും. ഞാൻ വിചാരിക്കും അയ്യോ നടന്നില്ല, ഞാൻ തളർന്ന് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ചില സമയത്ത്. അതിപ്പം ഓക്കെ, ഞാൻ ഇപ്പം ലൈക്ക് ഒരു എക്സാമിന് ഇന്ന ടൈമിനുള്ളിൽ ഞാൻ ഇത് പഠിച്ചു തീർക്കും എന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചു വെക്കും. പക്ഷെ തീരില്ല. അപ്പൊ അത് കഴിയുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചില്ല, ഞാൻ പൊട്ടി പാളീസായി എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിൽ വരും. പക്ഷെ നമ്മൾ നമ്മളോട് കുറച്ചുകൂടെ കൈൻഡ് ആയിരിക്കണം. ഓക്കെ, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ ഒരിക്കലും നമ്മുടെ തലയിൽ ഒരുപാട് പ്രഷർ കയറ്റി വെക്കണ്ട. ഇപ്പം നമ്മളുടെ ഒരു ഫ്രണ്ടിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ കുറച്ചുകൂടെ കൈൻഡ് ആയിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ എന്താ അവരുടെ അടുത്ത് പറയാം, നീ ഒരിക്കലും ഫെയിലിയർ അല്ല, യു ആർ നോട്ട് എ ഫെയിലിയർ, യു ആർ ഫിഗറിങ് തിങ്സ് ഔട്ട് എന്നേ നമ്മൾ പറയത്തുള്ളൂ. അപ്പൊ അതേ സാധനം നമ്മളോടും കൂടെ കാണിക്കുക. ഓക്കെ, നമ്മളുടെ അടുത്ത് കുറച്ചുകൂടെ കൈൻഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി ഫൈനലി ദ ബിഗ്ഗസ്റ്റ് തിങ് വാട്ട് ഐ എം ലേണിംഗ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു പോയിന്റിൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഓ ഐ എം കംപ്ലീറ്റ്ലി ലോസ്റ്റ്, ഐ ഫെയിൽഡ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ChatGPT എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഐ എം ലോസ്റ്റ്, ഐ എം ഫെയിൽഡ്, അങ്ങനെയൊക്കെ അല്ലെ. അല്ല, നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ലോസ്റ്റ് ആയി എന്ന് നമ്മൾ പറയുന്നതിന് നമുക്കൊരു തിരിച്ചറിവ് വന്നിട്ടല്ലേ. ഓക്കെ, ഒന്നും ശരിയാവുന്നില്ല. ലൈക്ക് ഇപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്ന, ഒന്നിനെ പറ്റിയും ഒരു ബോധേർഡ് അല്ലാത്തുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ അവിടെ ലോസ്റ്റ് ആയി എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ലൈക്ക് അയാൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പൊക്കോളും. ഓക്കെ, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവണം, എന്നാൽ അവിടേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ടുള്ള ഒരാളായിരിക്കും അങ്ങനെ പറയാം. ലൈക്ക് ഞാൻ ലോസ്റ്റ് ആവുന്നുണ്ടോ, ഞാൻ ലോസ്റ്റ് ആയോ, ഞാൻ ഫെയിൽ ആയോ എന്നുള്ളത്. അപ്പം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ട് അല്ലേ. ഐ തിങ്ക് ഫീലിംഗ് ലോസ്റ്റ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ഫെയിലിംഗ്. ഐ തിങ്ക് ഇറ്റ്സ് എ സൈൻ ഓഫ്
ലൈക്ക് വി ആർ ഗ്രോയിങ് അല്ലേ, നമ്മൾ എവിടേക്കോ ഒന്ന് ഗ്രോ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ ഒരു ചില്ലയിൽ ഒരു കുഞ്ഞ് ഇലയൊക്കെ എവിടേക്കോ മുളച്ച് വരുന്നുണ്ട് എന്നുള്ളൊരു തോട്ടല്ലേ, നമുക്ക് ആ ഒരു തോട്ട് വന്നില്ല, ഓക്കെ ഞാൻ ലോസ്റ്റ് ആവുന്നുണ്ട്, അതിനർത്ഥം എന്താ, നമുക്ക് എവിടെയോ ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കീപ് ട്രൈയിങ്, കീപ് ലേണിംഗ്, കീപ് ഷോയിങ് അപ്പ്. നിങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓക്കെ, എനിക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആ ബുക്ക് ഒന്ന് തുറന്ന് അതിന്റെ മുന്നിൽ ഒന്ന് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, അത് മതി, ആ ദിവസത്തേക്ക് അത് മതി. സോ ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ ലോസ്റ്റ് ഇൻ യുവർ 20s, യു ആർ നോട്ട് ബ്രോക്കൺ, യു ആർ നോട്ട് ലേറ്റ്, യു ആർ നോട്ട് എലോൺ, ഓക്കെ, തിങ്ക് ദാറ്റ് വി ഓൾ ആർ ഫിഗറിങ് ഇറ്റ് ഔട്ട് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അങ്ങനെ ചിന്തിച്ചാൽ മതി. സോ ഇഫ് യു വോണ്ട് ടെൽ മീ സംതിങ്, ഇഫ് യു വോണ്ട് ആസ്ക് മീ സംതിങ്, ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓക്കെ, നിങ്ങൾ കമന്റ്സ് ഇടൂ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അത് അറിയിക്കൂ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ AR. ലവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.